ഹായ്, എല്ലാവർക്കും ടോക്ക് വിത്ത് അഞ്ജലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആയിഷ. ഭർത്താവ് മലേഷ്യയിൽ ഒരു സൂപ്പർ മാർക്കറ്റ് നടത്തുന്നു. പോയിട്ടിപ്പോൾ ഏകദേശം 1.5 വർഷത്തിന് മുകളിലായി. ഇടയ്ക്കൊന്ന് വന്നിട്ട് പോകാൻ പറഞ്ഞാൽ ആൾ കേൾക്കില്ല. അവിടെ ആളില്ല, വരാൻ പറ്റില്ല എന്നൊക്കെയാണ് പറയാറ്. എനിക്കാണെങ്കിൽ ഇടയ്ക്കൊക്കെ വല്ലതും നടന്നില്ലെങ്കിൽ ഒരു ഉഷാറുണ്ടാകില്ല. അത് ഞാൻ അയാളോട് തന്നെ പല പ്രാവശ്യവും പറഞ്ഞിട്ടുമുണ്ട്. അത് അയാൾക്ക് തന്നെ അറിയാവുന്ന കാര്യവുമാണ്. അപ്പോഴൊക്കെ അയാളുടെ മറുപടി, നീ വല്ലതൊക്കെ വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ് എന്നായിരുന്നു. എത്രയെന്ന് വെച്ചാൽ ഈ പഴം പച്ചക്കറിയൊക്കെ ഉപയോഗിച്ച് നടക്കുക. വീട്ടിലിപ്പോൾ ഞാനും മൂപ്പരുടെ ഉപ്പയും ഉമ്മയും പിന്നെ അങ്ങേരുടെ ഒരു വയ്യാത്ത അനിയനുമാണുള്ളത്. പിന്നെ ഞങ്ങളുടെ 10 വയസ്സുള്ള മകനും. കോളേജിൽ പഠിക്കുന്ന കാലത്ത് അല്ലറ ചില്ലറ ചുറ്റിക്കളിയൊക്കെ എനിക്കുണ്ടായെങ്കിലും ആരെയും ഇതുവരെ അകത്തേക്ക് ക്ഷണിച്ചിട്ടില്ല. കുറേ ആളുകൾ അതിൻ്റെ അടുത്ത് വരെ എത്തിയെങ്കിലും ഞാൻ അങ്ങോട്ട് അടുപ്പിച്ചിട്ടില്ല. കൂടെ പഠിച്ച കുറേ എണ്ണം ഓരോന്നൊക്കെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ ഒരുത്തിക്ക് എല്ലാത്തിനും കൂട്ടുനിന്നതും ഞാനായിരുന്നു. വേണമെങ്കിൽ അതിലൊന്ന് ഞാൻ പറയാം. എൻ്റെ കൂട്ടുകാരി ആബിദ. അവൾക്ക് ഒരുത്തിനെ ഇഷ്ടമായിരുന്നു. എന്നാൽ അവൻ ഇവളെ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അവനെ കാണാൻ അടിപൊളിയായിരുന്നു. ഇവളാണെങ്കിൽ കുറച്ച് കറുത്തിട്ട് നല്ല ഭംഗിയൊന്നും ഇല്ലായിരുന്നു. എന്നാലും നടപ്പും ഷോക്കും ഒരു കുറവില്ലായിരുന്നു. ഐശ്വര്യ റായ് ആണെന്നാണ് അവളുടെ വിചാരം. അങ്ങനൊരു ദിവസം അവൾ എന്നോട് അവൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. എനിക്കത് കേട്ടപ്പോഴേ അറിയായിരുന്നു അത് നടക്കില്ലെന്ന്. എന്നാലും ഞാൻ അവളെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി അവളോട് ഒന്നും പറഞ്ഞില്ല. ഒരു ദിവസം ഞാനും അവളും കൂടി അവൻ്റെ കടയിൽ പോയി അവനൊരു ലവ് ലെറ്റർ കൊടുത്തു. സോറി, അവനെപ്പറ്റി പറയാൻ മറന്നു. കോളേജിൽ നിന്നും വരുന്ന വഴിയിലെ ഒരു ഫാൻസി ഷോപ്പിലാണ് യാസീർ വർക്ക് ചെയ്യുന്നത്. എന്നും ഞങ്ങൾ അവൻ്റെ കടയുടെ മുന്നിലൂടെയാണ് കോളേജിലേക്ക് പോകുന്നതും വരുന്നതും. അങ്ങനെ കണ്ട് ഇഷ്ടപ്പെട്ടതാ അവനെ. അങ്ങനെ ആ ലെറ്റർ അവൻ ഒരു മടിയും കൂടാതെ അവളിൽ നിന്നും വാങ്ങി. പിന്നീട് അങ്ങോട്ട് അവർ കാമുകന്മാരായി വിലസിലങ്ങ് തുടങ്ങി. പക്ഷെ അപ്പോഴും എനിക്കറിയായിരുന്നു ഇതധികം നാൾ ഉണ്ടാകില്ലെന്ന്. കാരണം ആ ചെക്കൻ്റെ സ്വഭാവം കുറച്ച് മോശമായിരുന്നു. കടയിൽ വരുന്ന പെൺകുട്ടികളോടെല്ലാം അവൻ എപ്പോഴും ഒലിപ്പിച്ചുകൊണ്ടിരുന്നു. അവൻ്റെ ഉദ്ദേശം പ്രണയമല്ലായിരുന്നു. പല പെൺകുട്ടികളും അവൻ്റെ പിറകെ ഉള്ളതുകൊണ്ട് കിട്ടുന്നതിനെല്ലാം പരമാവധി ചവച്ചു തുപ്പുക എന്നായിരുന്നു അവൻ്റെ ഉദ്ദേശം. ആബിദയും ഇതെല്ലാം കണ്ടിട്ടുമുണ്ട്, കേട്ടിട്ടുമുണ്ട്. പക്ഷെ എന്നാലും അവൾ അവൻ്റെ പിറകെ തന്നെയാ. അങ്ങനൊരു ദിവസം കോളേജ് കഴിഞ്ഞ് വരുമ്പോൾ അവളെ കാണുന്നില്ല. ഞാൻ അവളുടെ ക്ലാസ്സിലെ അവളുടെ കൂട്ടുകാരനോട് ചോദിച്ചു, ഡി, ആബിദ എവിടെ പോയി? അവളെ കാണുന്നില്ലല്ലോ. അവളിന്ന് ക്ലാസ്സിലുണ്ടായിരുന്നില്ലല്ലോ. രാവിലെ വന്ന് അവിടെ ഇരിക്കുന്നുണ്ടായി. പിന്നെ എനിക്ക് വയറുവേദന എടുക്കുന്നെന്ന് പറഞ്ഞ് അവൾ പോയി. പോയോ? എങ്ങോട്ട് പോയി? ഞാൻ അവരോട് ചോദിച്ചു. അറിയില്ല, വീട്ടിലേക്കായിരിക്കും. ആണോ? വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ അവൾക്ക് കൂട്ടിന്? ഇല്ല, അവൾ ഒറ്റയ്ക്കാണ് പോയത്. അല്ല, അവൾ മിസ്സിനോട് പറഞ്ഞിട്ടാണോ പോയത്? ഞാൻ ചോദിച്ചു. അതൊന്നും എനിക്കറിയില്ല, അവരെന്നോട് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് നടന്നു വരുമ്പോൾ അവൾ ആ ഫാൻസിയുടെ മുന്നിൽ എന്നെ കാത്തു നിൽക്കുന്നു. ഡി, നീ എന്താടി ഇവിടെ നിൽക്കുന്നത്? ഇന്ന് നീ ക്ലാസ്സിൽ കയറിയില്ലേ? ഞാൻ അവളോട് ചോദിച്ചു. ഇല്ലടി, ഇന്നൊരു രസമില്ലായിരുന്നു, ഞാനിങ്ങോട്ട് പോന്നു. എങ്ങോട്ട്? ഇങ്ങോട്ടോ? അതേടി, അവൻ പറഞ്ഞു ഇങ്ങോട്ട് വാ, നമുക്ക് സംസാരിച്ചിരിക്കാന്ന്. ഓ, എന്നിട്ട് മോൾ സംസാരിച്ചിരുന്നോ? അവൾ നാണത്തോടെ തല താഴ്ത്തി എന്ന് മൂളി. ഇത്രയും നേരം സംസാരിച്ചെങ്കിൽ അതൊരു വല്ലാത്ത സംസാരമായിരിക്കുമല്ലോടി, ഞാൻ അവളോട് ചോദിച്ചു. ഒന്ന് പോടി, കളിയാക്കാതെ. അല്ലടി, ഇത്രയും നേരം നീ അവൻ്റെ കൂടെ ഇരുന്നിട്ടും ആരും കണ്ടില്ലേ നിന്നെ? കടയിൽ വേറെ ആരും വന്നില്ലേ? ഞാൻ അവളോട് ചോദിച്ചു. ഇല്ലടി, അങ്ങനെ കാണാൻ പറ്റില്ല. കടയുടെ ബാക്കിൽ ഒരു മുറിയുണ്ട്, ഞാൻ അവിടെയായിരുന്നു. ഓ, അപ്പോൾ സംസാരം മാത്രമായിരിക്കില്ലല്ലോ നടന്നിട്ടുള്ളത്. ഞാൻ ചുമ്മാ അവളുടെ മനസ്സറിയാൻ ഒന്ന് തട്ടി നോക്കി. എടി, അത് പിന്നെ അവൻ ഒരുപാട് ഇഷ്ടമായി എന്നെ. അവൻ ചില ആഗ്രഹങ്ങളൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യമൊന്നും സമ്മതിച്ചില്ല. പിന്നെ ഓർത്തപ്പോൾ
എനിക്കും ഒരു രസം തോന്നി. പിന്നെ ഞാനൊന്നും നോക്കിയില്ല. ഡീ, നീയാൾ കൊള്ളാലോ. ഇതെല്ലാം നിന്റെ വീട്ടിലറിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥയെന്ന് നിനക്കറിയുമോ? ഞാൻ അവളോട് ചോദിച്ചു. ആ, അതാരും അറിയാൻ പോകുന്നില്ല. ഇനി അറിഞ്ഞാലും കുഴപ്പമില്ല. അവനെന്നെ കെട്ടുമ്പോൾ ആ പ്രശ്നം അങ്ങ് തീരുമല്ലോ. എടി, അതിനവൻ നിന്നെ കെട്ടിയിട്ട് വേണ്ടേ? നിനക്കറിയാലോ അവന് വേറെ പെൺകുട്ടികളുമായി അടുപ്പമുള്ള കാര്യം. ആടി, അതൊക്കെ എനിക്കറിയാം. കെട്ടിയില്ലെങ്കിൽ വേണ്ട. എനിക്കിതുപോലെ വല്ലതൊക്കെ ഇടയ്ക്ക് നടന്നാൽ മതി, അവൾ പറഞ്ഞു. ഏ ഡി, നീ എന്തൊക്കെയാ പറയുന്നേ? നീ ചുമ്മാ നിന്റെ ലൈഫ് തന്നെ കളയല്ലേ. അവന്മാർക്ക് ഇതെല്ലാം ഒരു രസമായിരിക്കും. നീയും അതുപോലെ തുള്ളിയാൽ ഭാവിയിൽ പണി കിട്ടും മോളെ, ഞാൻ അവളോട് പറഞ്ഞു. അത് കേട്ട് അവൾ തല താഴ്ത്തി നിന്നു. എല്ലാം അവൾക്ക് മനസ്സിലായെന്ന് എനിക്കും മനസ്സിലായി. അങ്ങനെ അവൾ പിന്നെ എന്നും എൻ്റെ കൂടെ കോളേജിൽ വരാനും പോകാനും തുടങ്ങി. അവൻ്റെ കടയിലേക്ക് നോക്കാൻ പോലും അവൾ മടി കാണിച്ചു. പക്ഷേ അവളെ കാണാൻ അവനെന്നും ഞങ്ങൾ പോകുന്ന നേരം പുറത്തിറങ്ങി നിൽക്കാൻ തുടങ്ങി. പക്ഷേ അവൾ അവനെ ഒന്ന് നോക്കുപോലും ചെയ്തില്ല. അവൾ നോക്കാത്തതുകൊണ്ട് പിന്നെ അവൻ്റെ നോട്ടമെല്ലാം എന്നെയായിരുന്നു. ഞാനും അറിയാതെ അവൻ്റെ നോട്ടത്തിൽ വീണുപോയെങ്കിലും ഞാൻ എന്നെ തന്നെ അടക്കി നിർത്തുമായിരുന്നു ആ സമയം. അങ്ങനെ ഒരു ദിവസം കോളേജിൽ പോകാൻ ഇറങ്ങിയപ്പോൾ അവളെ കാണുന്നില്ല. ഞാൻ അവളെ വിളിച്ചു നോക്കി. അന്നവൾ പറഞ്ഞു അവൾ വരുന്നില്ല, പനിയാണെന്ന്. ഞാനതും വിശ്വസിച്ച് കോളേജിലേക്ക് പുറപ്പെട്ടു. കോളേജിൽ ചെന്നപ്പോൾ എൻ്റെ കൂട്ടുകാരി ഗീത പറഞ്ഞു, എടി, നിൻ്റെ കൂടെ വരുന്ന ആബിദയില്ലേ, അവൾ ആ സ്വപ്ന ഫാൻസിയുടെ മുന്നിൽ കിടന്ന് കറങ്ങുന്നുണ്ടല്ലോ. ഏ, ആബിദയോ? അവൾക്ക് പനിയാണല്ലോ, ഇന്ന് വരുന്നില്ലെന്നാണല്ലോ അവൾ എന്നോട് പറഞ്ഞത്. ആ, അതെനിക്കറിയില്ല. ഞാൻ എൻ്റെ അച്ഛൻ്റെ കൂടെ ബൈക്കിൽ വരുമ്പോൾ കണ്ടതാ, അവൾ പറഞ്ഞു. ഇവൾ പിന്നെയും തുടങ്ങിയോ ഈ പരിപാടി? ഞാൻ അവളെ വിളിച്ചു നോക്കി, പക്ഷെ അവൾ കോളെടുക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാനന്ന് ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ അവളെ അവിടെ നോക്കി. അവൾ കടയ്ക്കുള്ളിലുണ്ടായിരുന്നു. എന്നെ കണ്ടപ്പോൾ അവൾ അവിടെ ഒളിച്ചു. ഞാൻ പോയതിനു ശേഷം അവളെൻ്റെ പിറകിലുള്ള ബസ്സിൽ കയറി വീട്ടിലേക്ക് പോയി. പിന്നീട് അവളതൊരു പതിവാക്കി. അവസാനം എൻ്റെ കല്യാണത്തിന് 2 മാസം മുമ്പ് ഒരു ഗൾഫുകാരനെയും കെട്ടി ഇപ്പോൾ അവൾ അടിച്ചു പൊളിച്ച് ജീവിക്കുന്നു. അവളൊക്കെ അങ്ങനെ നടന്നപ്പോഴും ഞാൻ മനസ്സിൽ കൊണ്ട് നടന്ന ഒരു വിചാരമേ ഉണ്ടായിരുന്നുള്ളൂ, ഇനി എന്ത് നടക്കുകയാണെങ്കിലും അത് സ്വന്തം കെട്ടാനായിട്ട് മാത്രമായിരിക്കുമെന്നും. അന്ന് അത്രയും ആഗ്രഹങ്ങളില്ലെങ്കിലും കാലം കടന്നു പോകുന്നതിനനുസരിച്ച് എൻ്റെ ആഗ്രഹങ്ങളും കൂടിക്കൂടി വരാൻ തുടങ്ങി. പക്ഷെ ആ സമയം എൻ്റെ ആഗ്രഹം മനസ്സിലാക്കാനും സഹായിച്ചു തരാനും അങ്ങേർക്ക് അറിയില്ലായിരുന്നു. അങ്ങേരുടെ ഉമ്മ ആളൊരു കില്ലാടിയാണ്. തൊട്ടതിനും പിടിച്ചതുമെല്ലാം ദേഷ്യം കൊണ്ട്. അതിപ്പോൾ എന്നോടാണെങ്കിലും അങ്ങേരുടെ ഉപ്പയോടാണെങ്കിലും അങ്ങനെ തന്നെ. രാവിലെ എഴുന്നേറ്റൽ മുതൽ വയ്യാത്ത അനിയൻ്റെ ഓരോ കാര്യങ്ങൾ നോക്കി നടക്കും. അതെല്ലാം ഒന്ന് കഴിഞ്ഞു വരുമ്പോഴേക്കും ഉച്ചയാകും. പിന്നെ തള്ള എൻ്റെ മേലോട്ട് വരും. അതുണ്ടാക്കില്ല, ഇതുണ്ടാക്കില്ല, അടിച്ച് വാരിയില്ല, അങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഇതെല്ലാം സഹിച്ച് ഞാൻ ആ വീട്ടിൽ തുടരാൻ ഒറ്റ കാരണമേ ഉള്ളൂ, അത് എൻ്റെ അമ്മായപ്പനാണ്. ഉമ്മ എന്ത് ചീത്ത പറഞ്ഞാലും ഉടനെ എന്നെ വന്ന് സമാധാനിപ്പിക്കാനും എൻ്റെ ഭാഗത്ത് നിൽക്കാനും അദ്ദേഹം മാത്രമേ ഉള്ളൂ. ഒരനാവശ്യ നോട്ടം പോലും എന്നെ നോക്കിയിട്ടില്ല മൂപ്പര്. പക്ഷേ ചില സമയങ്ങളെല്ലാം മൂപ്പരറിയാതെ ഞാൻ നോക്കിയിട്ടുണ്ട് പല തവണ. അതിനുള്ള കാരണം ആ പൗരുഷം തന്നെ. ചെറുപ്പം മുതലേ എല്ലാ ജോലിയും ചെയ്ത് ശീലമുള്ളത് കൊണ്ട് തന്നെ നല്ല ഉരുക്കുപോലെ ശരീരപ്രകൃതമായിരുന്നു എൻ്റെ അമ്മായിയപ്പന്. അങ്ങനെ ഒരു ദിവസം രാവിലെ മകൻ സ്കൂളിൽ പോകാൻ ഇറങ്ങുമ്പോൾ എന്നോട് പറഞ്ഞു, ഉമ്മ, ഇന്ന് ഉച്ചയ്ക്ക് പാരൻസ് മീറ്റിംഗ് ഉണ്ട്, എന്തായാലും വരണം. വന്നില്ലെങ്കിൽ അടുത്ത ദിവസം ക്ലാസ്സിൽ കേട്ടില്ല എന്ന് മിസ്സ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ എൻ്റെ വീട്ടുജോലിയെല്ലാം തീർത്ത് പോകാനായിട്ട് ഒരുങ്ങി. സ്കൂള് കുറച്ച് ദൂരമായതുകൊണ്ട് തന്നെ അടുത്തുള്ള വീട്ടിലെ വീണ ചേച്ചിയുടെ കൂടെ ഞാനും ആ ഓട്ടോയിൽ കയറിപ്പോയി. വീണ ചേച്ചിയുടെ ഭർത്താവ് ഓട്ടോ ഡ്രൈവറാണ്. അവരുടെ മകനും അതേ സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നത്. സ്കൂളിലെത്തി മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ അവർക്ക് വേറെ എവിടെയോ പോകാനുള്ളത് കൊണ്ട് അവരങ്ങോട്ട് പോയി. ഞാൻ സ്കൂളിൻ്റെ മുന്നിൽ നിർത്തിയിട്ട് ഒരു ഓട്ടോയും വിളിച്ച് വീട്ടിലേക്ക് പോന്നു. ആ ഡ്രൈവറാട്ടെ ഒടുക്കത്തെ നോട്ടായിരുന്നു. എങ്ങനെയെങ്കിലും ഒന്ന് വീടെത്തിയാൽ മതിയെന്നായിരുന്നു എനിക്ക്. അങ്ങനെ കുറച്ച് സമയത്തിനുള്ളിൽ വീടെത്തി. വീടിൻ്റെ മുറ്റത്തോട്ട് അയാൾ ഓട്ടോ നിർത്തി. ഞാൻ ഇറങ്ങി അയാളോട്
എത്രയായെന്ന് ചോദിച്ചു. അയാൾ 50 രൂപ പറഞ്ഞപ്പോഴേക്കും അമ്മായിയപ്പൻ അങ്ങോട്ടേക്ക് വന്നു. എത്രയായി എന്ന് അമ്മായിയപ്പൻ അയാളോട് ചോദിച്ചു. അത് 50 രൂപയായെന്ന് അയാൾ അമ്മായിയപ്പനോട് പറഞ്ഞു. 50ഓ? ആ സ്കൂളിൽ നിന്ന് അവിടെ നിന്ന് ഇവിടം വരെ വന്നപ്പോഴേക്കും 50ആയോ? സാധാരണ എല്ലാവരും 30 വാങ്ങാറുള്ളൂ. നിനക്കെന്താ ഒരു 50ൻ്റെ കണക്ക്? അത് പിന്നെ ചാർജെല്ലാം കൂടിയില്ലേ, ജീവിച്ച് പോകണ്ടേ? അയാൾ അമ്മായിച്ചനോട് പറഞ്ഞു. ആ ശരി, ഒരു 40 വാങ്ങിക്കോ മോളെ, അവനൊരു 40 കൊടുത്തേക്ക്, അമ്മായിപ്പൻ പറഞ്ഞു. ഞാൻ അത് കേട്ട് ആ ഓട്ടോ ഡ്രൈവർക്ക് 40 കൊടുത്തു. അയാളത് മേടിച്ച് പോകുമ്പോൾ അമ്മായിപ്പൻ അയാളോട് ചോദിച്ചു, ഡാ നിൻ്റെ ഉപ്പ നാട്ടിലുണ്ടോ? അത് കേട്ട് അയാൾ പറഞ്ഞു, ഇല്ല, വന്നിരുന്നു, 2 ദിവസം മുമ്പ് പോയെന്ന്. അങ്ങനെ അതും പറഞ്ഞ് അയാളങ്ങ് പോയി. ഞാൻ അമ്മായിപ്പനോട് ചോദിച്ചു, നിങ്ങൾക്ക് അവനെ അറിയോ? ആ എനിക്കറിയാം, എൻ്റെ കൂട്ടുകാരൻ്റെ മകനാ. എന്താ പ്രശ്നം? ഏയ് ഒന്നുമില്ല. അല്ലല്ലോ, എന്താ ഉണ്ടല്ലോ, എന്താ പ്രശ്നം എന്നോട് പറ, അമ്മായിപ്പൻ പറഞ്ഞു. അത് അവൻ വല്ലാത്തൊരു കോഴി തന്നെയാണ്. സ്കൂളിൻ്റെ അവിടെ തൊട്ട് തുടങ്ങിയ നോട്ടമ്മ, ഇവിടെ ഒന്ന് എത്തിക്കിട്ടാൻ ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. ആര്? അവനോ? അവൻ്റെ അപ്പൻ അത്രക്കാരനൊന്നും അല്ലല്ലോ. ആ, അപ്പൻ ചിലപ്പോൾ അത്രക്കാരനൊന്നും അല്ലായിരിക്കും, പക്ഷെ മകൻ വെറും പോക്ക. ശരി, ഇനി നീ അവനെ വിളിക്കാൻ പോകണ്ട. അവന്മാരുടെ മനസ്സിലെല്ലാം എന്താണെന്ന് ആർക്കറിയാം, അമ്മായിപ്പൻ എന്നോട് പറഞ്ഞു. അത് കേട്ട് ഞാൻ അകത്തേക്ക് നടന്നു. അല്ല, ഇത്രയും ഇറങ്ങിയതൊക്കെ ഇട്ടാൽ പിന്നെ ആരാ നോക്കാത്തത്? അമ്മായിപ്പൻ പിന്നിൽ നിന്നും പറഞ്ഞു കേട്ട് ഞാൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. ഇനിയെങ്കിലും പുറത്തു പോകുമ്പോൾ കുറച്ച് ലൂസുള്ളതൊക്കെ ഇട്ടു പോ, ഇതിപ്പോൾ എല്ലാം പുറത്തേക്ക് പോകുമല്ലോ. അമ്മായിപ്പൻ അത് പറഞ്ഞതും ഞാൻ എന്നെ ഒന്ന് അടിപിടി നോക്കി. ശരിയാണല്ലോ, ഈ പർദ്ദ ഇത്രയ്ക്ക് ടൈറ്റായോ? ഞാൻ മനസ്സിൽ വിചാരിച്ചു. മോളെ, അവനിവിടെ ഇല്ലാത്തതാ. ഇനിയെങ്കിലും ആ വെട്ടും കട്ടുമൊക്കെ ഒന്ന് മറച്ചു വെക്ക്, ഇല്ലെങ്കിൽ കുറേ പേരുടെ ഉറക്കം നഷ്ടമാകും. അമ്മായിപ്പൻ ചിരിച്ചുകൊണ്ടാണ് അത് പറഞ്ഞത്. എനിക്കാണെങ്കിൽ അത് കേട്ടപ്പോൾ ആകെ എന്തോ പോലെ തോന്നി. ഞാൻ വേഗം റൂമിലേക്ക് പോയി. അന്ന് രാത്രി ഞാൻ TV കാണുമ്പോൾ അമ്മായിപ്പൻ എൻ്റെ അടുത്ത് വന്നിരുന്നു. സാധാരണ അമ്മായിപ്പൻ ഇങ്ങനെ ഇരിക്കാറുള്ളതാണ്. ഇത് കണ്ട അമ്മായിയമ്മയ്ക്ക് അത് തീരെ പിടിച്ചില്ല. മതി കണ്ടത്, നേരം കുറേയായി, ഇനി പോയി കിടക്കാൻ നോക്ക്, അമ്മായിയമ്മ എന്നോട് പറഞ്ഞു. എനിക്കതൊരുപാട് സങ്കടമായി. കാരണം എനിക്കിഷ്ടപ്പെട്ട ഒരു സീരിയലായിരുന്നു അത് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ സങ്കടത്തോടെ പോകുന്നത് കണ്ട് അമ്മായിപ്പൻ എന്നെ നോക്കുന്നുണ്ടായിരുന്നു. അമ്മായിപ്പനും ഒന്നും മിണ്ടാൻ പറ്റില്ലല്ലോ. അഥവാ മിണ്ടിയാൽ അപ്പോൾ അവിടെ ഒരു കലഹം നടക്കും. അത് അമ്മായിപ്പൻ അറിയാം. അങ്ങനെ ഞാൻ പോയി കിടന്നു. ഒരു 10 മണിയായപ്പോൾ മലേഷ്യയിൽ നിന്നും ഇക്ക വിളിക്കാൻ തുടങ്ങി. മകൻ ഉറങ്ങാത്തത് കൊണ്ട് ഞാൻ ഫോണെടുത്ത് പുറത്തേക്ക് പോയി. ഞാൻ എൻ്റെ സങ്കടങ്ങളെല്ലാം ഓരോന്നായി പറഞ്ഞു. എല്ലാത്തിനും ഇക്ക ഓരോന്ന് പറഞ്ഞ് എന്നെ സമാധാനിപ്പിച്ചു. അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അമ്മായിപ്പൻ അടുത്തുള്ള റൂമിൽ വന്ന് നിൽക്കുന്നത് ഞാൻ കണ്ടു. പിന്നെ ഞാൻ അമ്മായിപ്പൻ കേൾക്കാനായി ഓരോന്ന് ഇക്കയോട് സംസാരിക്കാൻ തുടങ്ങി. ഇനിയെങ്കിലും ഒന്ന് വരുമോ? എനിക്കിവിടെ ബോറടിക്കുന്നു. എത്രയെന്ന് വെച്ചാൽ ഞാനിവിടെ ഒറ്റയ്ക്ക് ജീവിക്കുന്നത്. എനിക്ക് വലിയ ആഗ്രഹങ്ങൾ. ഞാനിത് അമ്മായിപ്പൻ കേൾക്കുന്ന വിധത്തിൽ ഒച്ചയോടെയാണ് ഇക്കയോട് പറഞ്ഞത്. എന്തിനാടി നീ ഇത്രയും ഒച്ചയിൽ സംസാരിക്കുന്നത്? ഇക്ക എന്നോട് ചോദിക്കുകയും ചെയ്തു. അത് പിന്നെ ഇക്ക, ഇവിടെ എന്തൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട്, അപ്പോൾ ഇക്കക്ക് കേൾക്കാൻ വേണ്ടിയാ. ഓ അതാണോ? ഇക്ക പറ, ഇക്ക എന്നാ വരുന്നത്? ഞാൻ ചോദിച്ചു. എടി, ഇവിടെ ആളില്ല, ഞാൻ വരാം, നീ ഒന്ന് ക്ഷമിക്ക്. ഞാനിപ്പോൾ ഓടി വന്നിട്ട് എന്തിനാ? നീയല്ലേ പറഞ്ഞത് നമുക്ക് ഒരു മകൻ മതിയെന്ന്. ഓ, മകൻ ഒന്ന് മതിയെന്ന് പറഞ്ഞ് അതൊന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞോ? ഇതിപ്പോൾ എത്ര കാലമായി വല്ലതും നടന്നിട്ട്, അവസാനം വല്ലതും സംഭവിച്ചിട്ട് എന്നെ പറയരുത്. ഞാൻ കുറച്ച് ഒച്ചത്തിൽ തന്നെ അങ്ങ് പറഞ്ഞു. ഇതെല്ലാം അമ്മായിയപ്പൻ അവിടെ നിന്നും കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. എന്ത് സംഭവിക്കുമെന്ന് നിനക്ക് കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ, ഇക്ക പറഞ്ഞു. പിന്നെ കൂടാതെ നിങ്ങൾക്കെല്ലാത്തിനും അവിടെ ആളുണ്ടെന്നൊക്കെ എനിക്കറിയാം. എന്നാൽ എനിക്കങ്ങനെയല്ല. ഞാനും ചോരയും നീരുമുള്ളൊരു പെണ്ണാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഞാനിവിടെ എന്ത് ചെയ്തിട്ടാ നീ ഇങ്ങനെയൊക്കെ പറയുന്നേ? കുറേ കാലമായല്ലോ ഞാനിത് കേൾക്കുന്നത്.
മോനെ, ഞാൻ ഒന്നും അറിയില്ലെന്ന് വിചാരിച്ചോ? അന്നാ ഫോട്ടോ കണ്ടതൊക്കെ ഞാൻ മറന്നെന്ന് വിചാരിച്ചോ നിങ്ങൾ? എടി, അതന്ന് അറിയാതെ സംഭവിച്ചു പോയി. അതിന് ഞാൻ നിന്നോട് മാപ്പും പറഞ്ഞില്ലേ? മാപ്പ് കോപ്പാണ്. നിങ്ങൾക്കൊക്കെ എല്ലാം ആവാം. ഞങ്ങളൊന്ന് ഒരാണിനോട് വേണ്ടിയ അപ്പോൾ കുറ്റം. ഡി, ഒന്ന് പതുക്കെ പറ, അവിടെ ഉമ്മയും ഉപ്പയും കേൾക്കും. ഓ, അതിന് അവരൊക്കെ എപ്പോഴും ഉറങ്ങി. ഉമ്മ ഇത്ര നേരത്തെ ഉറങ്ങിയോ? എന്നെ ഭരിച്ചു കഴിഞ്ഞ് ക്ഷീണിച്ച് ഉറങ്ങി നിങ്ങളുടെ പുഞ്ഞാര ഉമ്മ. എന്താടി നീ അങ്ങനെ പറയുന്നേ? ചില തട്ടലും മുട്ടലും ഒക്കെ എല്ലാ വീട്ടിലും ഉണ്ടായില്ലേ? ആ, അതൊക്കെ ഉണ്ടാവും, സമ്മതിച്ചു ഞാൻ. അതിൽ നിന്നും ഇടയ്ക്കൊരു മോചനത്തിന് വേണ്ടിയാ ഞാൻ നിങ്ങളോട് ഒന്ന് വരാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കാണെങ്കിൽ എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. എടി, നീ ഒന്ന് സമാധാനിക്ക്. നമുക്കെല്ലാം ശരിയാക്കാം. ഞാനല്ലേ പറയുന്നേ. ശരിയാക്കിക്കൊണ്ട് നിങ്ങൾ അവിടെ ഇരുന്നോ. ഇന്ന് തന്നെ ഒരു ഓട്ടോക്കാരൻ എന്നെ നോക്കി നോട്ടം കണ്ട് ഞാനങ്ങ് കൊതിച്ചുപോയി ഓരോന്നിനും. ഓട്ടോക്കാരനോ? ആരാണവൻ? അവനെന്തിനാ നിന്നെ നോക്കിയത്? ഓ, അതിന് നിങ്ങളിങ്ങനെ കിടന്ന് ചൂടാവേണ്ട ആവശ്യമില്ല. കുറച്ച് ചോരയും നിറമുള്ള പെണ്ണുങ്ങളെ കണ്ട ഏതാണെങ്കിലും ഒന്ന് നോക്കിപ്പോവും, പ്രത്യേകിച്ച് എന്നെ പോലുള്ളവരെ. ഞാൻ പറഞ്ഞു. അതെന്താ നിനക്കൊരു പ്രത്യേകത? അതവർക്ക് കണ്ടാൽ അറിയാം. ഇത് ഉടച്ചെടുക്കാൻ കഴിവുള്ള ആണുങ്ങളൊന്നും വീട്ടിലില്ലെന്ന്. ഞാൻ പറഞ്ഞു. അവർക്കൊക്കെ രണ്ടെണ്ണം കിട്ടാത്തതിൻ്റെ കുറവാ. അല്ലെങ്കിലും ഭർത്താക്കന്മാർ നാട്ടിലാത്ത ഭാര്യമാരെ ഇവർക്കൊക്കെ ഒരു പ്രത്യേക നോട്ടമാ, തെണ്ടികൾ. ആ, അതെന്തോ ആവട്ടെ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇനിയെങ്ങാനും എൻ്റെ കൈവിട്ടു പോയാൽ എന്നെ കൊല്ലാനും തല്ലാനും വന്നേക്കരുത്. ഓ, അപ്പോൾ നീ അത്രയ്ക്കും കയറി നിൽക്കാണോ? എന്നാൽ പിന്നെ നീ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, എനിക്കൊരു കുഴപ്പമില്ല. പക്ഷേ നാട്ടുകാരും വീട്ടുകാരും ആരും ഇതറിയരുത്. ഓ, അപ്പോൾ നിങ്ങൾ വരില്ലെന്ന് തന്നെയാണല്ലേ? ഞാൻ ചോദിച്ചു. എടി, ഞാൻ വരാം. പക്ഷേ അതുവരെ പിടിച്ചു നിൽക്കാൻ നിന്നെക്കൊണ്ട് പറ്റില്ലല്ലോ. അതാ ഞാൻ പറഞ്ഞത്, നീ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ എന്ന്. അപ്പോൾ നിങ്ങൾക്കിപ്പോഴും അവിടെ ആ പരിപാടി ഉണ്ടല്ലേ? ഇല്ലടി. സത്യം പറയണം, ഇല്ലെങ്കിൽ ഞാൻ ആ ഫോട്ടോ കണ്ട കാര്യം എൻ്റെ ആങ്ങളോട് പറയും. എടി, ഇല്ല. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞതാ, ഇപ്പോഴും നിനക്കെന്നെ മനസ്സിലായില്ലേ? ഒരു മലേഷ്യക്കാരുടെ കൂടെ ഉഴുതു മറന്നത് കണ്ട എന്നോടാണോ നിങ്ങളീ പറയുന്നത്? അതും 1-2 ഫോട്ടോസാണോ? 30-ൽ പരം ഫോട്ടോസും വീഡിയോസും അല്ലേ ഞാനൊന്ന് പൊക്കിയത്. ആരും കാണാതെ ലാപ്പിൽ വെച്ചാൽ ഞാൻ കണ്ടുപിടിക്കില്ലെന്ന് വിചാരിച്ചു നിങ്ങൾ? ഞാൻ ചോദിച്ചു. ഒന്ന് നിർത്തടി. ഇതിപ്പോൾ എത്രാമത്തെ പ്രാവശ്യമാണ് പറയുന്നത്? ഞാൻ സമ്മതിച്ചു, ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനിയെങ്കിലും ഒന്ന് നിർത്ത്. എന്നാ പറ, ഇപ്പോൾ ചെയ്യുന്നുണ്ടോ എന്ന്? പേടിക്കണ്ട, ഞാനൊന്നും പറയില്ല. ഓൾറെഡി എനിക്കറിയാവുന്ന കാര്യമല്ലേ? ഞാൻ ചോദിച്ചു. എടി, അത് പിന്നെ ഇപ്പോൾ അടുത്തൊന്നും പോയിട്ടില്ല. അന്നൊക്കെ ഇടയ്ക്ക് പോകാറുണ്ടായിരുന്നു. സത്യമാണോ ഈ പറയുന്നതൊക്കെ? ഞാൻ ചോദിച്ചു. അതേടി, സത്യം. എന്നാലേ നിങ്ങളുടെ മകനെ പിടിച്ച് സത്യം ചെയ്, ഞാൻ നോക്കട്ടെ സത്യമാണോ എന്ന്. അല്ലെങ്കിൽ വേണ്ട, നിങ്ങളുടെ ഉമ്മയെ പിടിച്ച് സത്യം ചെയ്. അതാകുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് പേടിയുണ്ടാകും. നോക്കട്ടെ. എടി, നീ ഇത് എന്തിനുള്ള പുറപ്പാടാ? ഒന്ന് അടങ്ങ്. അല്ല പിന്നെ നിങ്ങൾക്ക് എന്തും ആകാം, ഞങ്ങൾക്ക് ഒന്നും പാടില്ല. ഞങ്ങളിവിടെ വീട്ടിൽ ജയിലിൽ കിടക്കുന്ന പോലെ. പോരാത്തതിന് അമ്മായിമ്മയുടെ പോരും. ഇന്ന് 2-1 എനിക്കറിയണം. എടി, ഞാൻ പറഞ്ഞില്ലേ, നീ ആരുടെ കൂടെ വേണമെങ്കിലും അടിച്ചു പൊളിച്ചോ, എനിക്കൊരു കുഴപ്പമില്ല. ഞാനിനി ഒന്നും ചോദിക്കാനും വരില്ല. നിനക്ക് തോന്നിയ പോലെ നീ നടന്നോ? ഓ, അതൊക്കെ ഞാൻ നടന്നോളാം. പിന്നെ ഞാൻ പിന്നെ വിളിക്കാം. ഇവിടെ അടുത്ത് ഒരാൾ വന്നിട്ടുണ്ട്. പെട്ടെന്ന് അതും പറഞ്ഞ് ഇക്ക കോള് കട്ട് ചെയ്തു. എന്തായാലും ഇക്കയുടെ സമ്മതം കിട്ടി. ഇനി പേടിക്കാനൊന്നുമില്ല. ഞാൻ അമ്മായിപ്പൻ കേൾക്കാൻ വേണ്ടി ഒച്ചത്തിൽ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ റൂമിലേക്ക് നടന്നു. എന്നെ കണ്ട അമ്മായിപ്പൻ അവിടെ നിന്നും ഒന്ന് പരുങ്ങുന്നുണ്ടായിരുന്നു. റൂമിൽ ചെന്ന് ഞാൻ ഉറപ്പിച്ചു, എന്തിനാ ഇനി പുറത്തു പോയി ഒരാളെ തേടി പിടിക്കുന്നത്? ഇവിടെ തന്നെ ഉണ്ടല്ലോ എന്തിനും പോന്ന ഒരാൾ. അങ്ങനെ അന്ന് രാത്രി ഞാനതോർത്ത് അങ്ങ് ഉറങ്ങിപ്പോയി. അടുത്ത ദിവസം രാവിലെ ജോലിയെല്ലാം കഴിഞ്ഞ് ഞാൻ അലക്കാൻ പോകുമ്പോൾ അമ്മായിയപ്പൻ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, എന്താ മോളെ, നിങ്ങൾ തമ്മിൽ പ്രശ്നം? ഇന്നലെ ഞാൻ കേട്ടല്ലോ നിങ്ങൾ തല്ലുപിടിക്കുന്നത്. അതൊന്നുമില്ല, ഞാൻ ചുമ്മാ വെറുതെ ഓരോന്ന് പറഞ്ഞ് തല്ലുപിടിച്ചതാ. ഞാൻ അമ്മായിയപ്പനോട് പറഞ്ഞു. വെറുതെ എന്നോ?
അങ്ങനെയല്ലല്ലോ പറഞ്ഞത്, കുറച്ചൊക്കെ ഞാനും കേട്ടു. അമ്മായിപ്പൻ പറഞ്ഞു. നിങ്ങൾ കേൾക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ അത്രയും പറഞ്ഞത്. ഞാൻ മനസ്സിൽ പറഞ്ഞു. എന്താ മോളെ, നിനക്ക് ദാമ്പത്യ ജീവിതം മടുത്തോ? അമ്മായിപ്പൻ ചോദിച്ചു. മടുക്കാനോ? അതിന് തുടങ്ങിയിട്ട് വേണ്ടേ? ഉള്ള കാലമെല്ലാം നിങ്ങളുടെ മോൻ അവിടെ പോയി കിടക്കല്ലേ. അത് പിന്നെ മോളെ, അവൻ്റെ ജോലി നോക്കണ്ടേ? ഇവിടെ നിന്നാൽ മതിയോ? അതും നമ്മൾ മനസ്സിലാക്കണ്ടേ മോളെ? ഓ, നിങ്ങളും മകൻ്റെ സൈഡാണല്ലേ? അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. മോളെ, നീ ദേഷ്യപ്പെടില്ലേ? നീ സംസാരിക്കുന്നതെല്ലാം ഞാൻ ഇന്നലെ കേട്ടു. അവിടെയുള്ള ചുറ്റിക്കളിയെല്ലാം എനിക്കും കുറച്ചറിയാം. ഒന്നുമില്ലെങ്കിലും ഞാനും അവിടെ തന്നെ അല്ലായിരുന്നോ 2-3 വർഷം മുമ്പ് വരെ? ഓ, അപ്പോൾ ഉപ്പയും മോനും കൊള്ളാം. നിങ്ങളുടെ ലൈഫും നിങ്ങൾ അവിടെ അടിച്ചു പൊളിച്ചു. ഞങ്ങൾ പെണ്ണുങ്ങൾ നിങ്ങളെയും കാത്ത് കണ്ണിൽ എണ്ണ വെച്ച് കാത്തിരുന്നു. ആ സമയം നിങ്ങളവിടെ വേറെ ചില സ്ഥലത്ത് എണ്ണ തേച്ചു അല്ലേ? അയ്യോ മോളെ, നീ എന്തൊക്കെയാണ് പറയുന്നേ? എൻ്റെ സംസാരം കേട്ട് അമ്മായപ്പൻ ചോദിച്ചു. ദേ, ഉമ്മ വരുന്നുണ്ട്, പൊക്കോ. എന്നോട് സംസാരിക്കുന്ന കണ്ട ഇനി അത് മതി ഉമ്മാക്ക് എന്നോട് നിങ്ങളോടും വഴക്കിടാൻ. ഞാൻ അത് പറഞ്ഞതും അമ്മായപ്പൻ എൻ്റെ അടുത്ത് നിന്ന് ഓടി രക്ഷപ്പെട്ടു. ഉമ്മ കാരണം എനിക്ക് അയാളോട് ഒന്ന് മര്യാദക്ക് സംസാരിക്കാൻ പോലും പറ്റിയിരുന്നില്ല. ഇങ്ങനെ പോയാൽ ഈ നൂറ്റാണ്ടിൽ ഒന്നും നടക്കില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഇക്കയുടെ സമ്മതം കിട്ടി. ഇനിയൊന്ന് പരിശ്രമിക്കാമെന്ന് ഞാനും ഉറപ്പിച്ചു. അങ്ങനെ ഞാൻ പല ഐഡിയകളും ആലോചിച്ച് നോക്കി. ഒന്നും എനിക്ക് അങ്ങോട്ട് സെറ്റായില്ല. ഉമ്മയില്ലാത്ത സമയത്തെല്ലാം ഞാൻ എൻ്റെ ആഗ്രഹം തൊടലിലൂടെയും സംസാരത്തിലൂടെയും അമ്മായപ്പനെ അറിയിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം രാവിലെ ഞാൻ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ, എനിക്കൊന്ന് വീട്ടിൽ പോകണം. വീട്ടിൽ നിന്നും ഉമ്മ വിളിച്ചിരുന്നു. ഉമ്മാക്ക് തീരെ വയ്യെന്നും പറഞ്ഞു. ഓ, അതിനിപ്പോൾ നീ തന്നെ പോണോ? അവിടെ നിൻ്റെ നാത്തൂനില്ലേ, അവൾ നോക്കില്ലേ? ഉമ്മ എന്നോട് ചോദിച്ചു. ഇല്ലുമ്മ, അവളുടെ വീട്ടിലാ. അതെന്താ അവൾ അവിടെ പോയി കിടക്കുന്നേ? അതുമ്മ, അവളുടെ ഉമ്മ ഹോസ്പിറ്റലായപ്പോൾ പോയതാ, പിന്നെ വന്നിട്ടില്ല. ഞാൻ ഉമ്മയോട് പറഞ്ഞു. എന്നാ അവളോട് വരാൻ പറ. എന്നും നീ ഇങ്ങനെ ഉമ്മയെ നോക്കി നടന്നാൽ മതിയോ? പിന്നെ എന്തിനാ നിന്നെ കെട്ടിച്ചു വിട്ടത്? അതുമ്മ, അവളുടെ ഉമ്മക്ക് നടക്കാൻ വയ്യ, അതുകൊണ്ട് അവൾ അവിടെ വേണം. നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഓ, ഇവറ്റകൾക്കെല്ലാം എന്നും അസുഖമാണല്ലോ. വല്ല ഡോക്ടർമാരെയും കാണിച്ചൂടെ? നീ പോയാ പിന്നെ ഇവിടെ ആരാ? ഉമ്മ ചോദിച്ചു. അതുമ്മ, ഞാൻ അവിടെ താമസിക്കാൻ പോകുന്നതല്ല. ഞാൻ പോയി വിശേഷം അറിഞ്ഞിട്ട് വരാം. ആ, കൊള്ളാം. നീ അതും പറഞ്ഞ് അങ്ങ് പോകും. പിന്നെ നിന്നെ ഒരാഴ്ച കഴിഞ്ഞ് നോക്കിയാൽ മതി. എനിക്കറിയാം, തൽക്കാലം നീ പോവണ്ട, ഉമ്മ പറഞ്ഞു. അത് പറ്റില്ല ഉമ്മ, എനിക്ക് എന്തായാലും പോകണം. ഞാൻ പോയിട്ട് വേഗം വരാം. എന്നാ നീ ഒരു കാര്യം ചെയ്, ഉപ്പയുടെ കൂടെ പൊക്കോ. അതാകുമ്പോൾ ഉപ്പയുടെ കൂടെ ആ ബൈക്കിൽ കയറി ഇങ്ങോട്ട് തന്നെ വരാമല്ലോ. വേണ്ട ഉമ്മ, ഞാൻ ഓട്ടോയിൽ പൊക്കോളാം. വേണ്ട, നീ ഉപ്പയുടെ കൂടെ പോയാൽ മതി. എന്തിനാ വെറുതെ ഇനി അങ്ങോട്ട് ക്യാഷ് കൊടുത്ത് ഓട്ടോയിൽ പോകുന്നത്, ഇവിടെ വണ്ടി ഉണ്ടാവുമ്പോൾ? അത് ഉപ്പ സമ്മതിക്കോ? ഞാൻ ചോദിച്ചു. ആ, അതൊക്കെ ഞാൻ പറഞ്ഞോളാം ഉപ്പയോട്. നീ പോയി റെഡി ആയിക്കോ. അങ്ങനെ പുറത്തു പോയ ഉപ്പയെ ഉമ്മ ഫോൺ വിളിച്ച് വരുത്തി. എൻ്റെ പ്ലാൻ പകുതി വിജയിച്ചു. ഇനി അടുത്ത ഭാഗത്തേക്കായി എൻ്റെ ശ്രദ്ധ. അമ്മായിപ്പനോട് കാര്യം പറഞ്ഞപ്പോൾ അമ്മായിപ്പൻ എന്നെ നോക്കിയൊരു നോട്ടമുണ്ട്. എൻ്റെ പൊന്നോ, ആ നോട്ടത്തിൽ തന്നെ ഞാൻ പകുതി വീണുപോയി. എന്നാലും അമ്മായിയമ്മയ്ക്ക് ഒരു സംശയം നൽകാതെ ഞാൻ പിടിച്ചു നിന്നു. അമ്മായിപ്പനും ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാനും അമ്മായിപ്പനും എൻ്റെ വീട്ടിലേക്ക് യാത്ര തിരിച്ചു. എന്താ മോളെ ഉമ്മക്ക് പറ്റിയത്? പോകുന്ന വഴി അമ്മായിപ്പൻ എന്നോട് ചോദിച്ചു. ഉമ്മാക്ക് ഒന്നും പറ്റിയിട്ടില്ല. ഞാൻ ചുമ്മാ വീട്ടിലേക്കൊന്ന് പോകാൻ വേണ്ടി ഉമ്മയോട് നുണ പറഞ്ഞതാ, ഞാൻ പറഞ്ഞു. അതെനിക്ക് തോന്നി. എന്താ ഇപ്പോൾ വീട്ടിൽ പോകാൻ ഒരു തോന്നൽ? അമ്മായിപ്പൻ ചോദിച്ചു. ഏയ് ഒന്നുമില്ല, ചുമ്മാ. കുറേ ആയില്ലേ അവിടെ തന്നെ നിൽക്കുന്നു, അപ്പോൾ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അല്ല, മോളാണോ ഉമ്മയോട് എൻ്റെ കൂടെ പോകാമെന്ന് പറഞ്ഞത്? ഏയ് അല്ല, ഉമ്മ പറഞ്ഞതാ ഉപ്പയുടെ കൂടെ പൊക്കോ എന്ന്. അതിപ്പോൾ എന്ത് പറ്റി ഉമ്മാക്ക് അങ്ങനെ പറയാൻ സാധ്യതയില്ലല്ലോ. ആ, അതാണുപ്പ എൻ്റെ മിടുക്ക്. അതിന് നീ എന്ത് പറഞ്ഞു? ഏയ് ഒന്നുമില്ല, ഞാൻ വെറുതെ പറഞ്ഞതാ. എനിക്ക്
മനസ്സിലാവുന്നുണ്ട് ചിലതൊക്കെ. എന്താണെങ്കിലും മനസ്സിൽ വെക്കണ്ട, ഇങ്ങോട്ട് തുറന്നു പറ മോളെ. അതെല്ലാം ഞാൻ പറഞ്ഞോളാം. ഉപ്പ ആ ഫ്രൂട്ട്സ് കടയിലൊന്ന് നിർത്തിക്കേ, ഉമ്മാക്ക് കഴിക്കാൻ എന്തെങ്കിലും വാങ്ങണം. ഞാൻ അമ്മായപ്പനോട് പറഞ്ഞു. അമ്മായപ്പൻ ആ കടയുടെ മുന്നിൽ പോയി നിർത്തി. ഞാനും അമ്മായപ്പനും ഇറങ്ങി കുറച്ച് ഫ്രൂട്ട്സ് എല്ലാം വാങ്ങി. ഞങ്ങളുടെ അടുത്തായി 2 ആൻറ്റിമാർ ഫ്രൂട്ട്സ് വാങ്ങുന്നുണ്ടായിരുന്നു. സാരിയെല്ലാം ചുറ്റി കാണാൻ നല്ല ഭംഗിയുള്ള 2 ആൻറ്റിമാർ. ഞാൻ നോക്കുമ്പോൾ അമ്മായപ്പൻ അവരെ നോക്കി നിൽക്കുന്നു. ഇയാൾ ഈ വയസ്സാം കാലത്ത് ഇങ്ങനെയാണെങ്കിൽ ആയ കാലത്ത് എങ്ങനെയായിരിക്കും? ഞാൻ കയ്യിലുള്ള പൊതിയുമായി ഒരു തട്ടങ്ങ് കൊടുത്തു. ആ, എല്ലാം മേടിച്ചു കഴിഞ്ഞോ? പോയാലോ? നെട്ടിക്കൊണ്ട് അമ്മായിപ്പൻ ചോദിച്ചു. ആ, വാ പോകാം, മതി വെള്ളം ഇറക്കിയത്, ആളുകൾ നോക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞു. അത് കേട്ട് അമ്മായിപ്പൻ ചെറിയ ചമ്മലോടെ ബൈക്കിൽ കയറി, കൂടെ ഞാനും. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പുറപ്പെട്ടു. എന്തായിരുന്നു കടയിലൊരു ഫോട്ടോഷൂട്ട്? ബൈക്ക് ഓടിച്ചുകൊണ്ടിരിക്കുന്ന അമ്മായിപ്പനോട് ഞാൻ ചോദിച്ചു. ഒന്ന് പോ മോളെ, ഞാൻ ചുമ്മാ എന്നെ അറിയാവുന്നവരാണോ എന്ന് നോക്കിയതാ. അതാ നോട്ടം കണ്ടപ്പോഴേ എനിക്ക് തോന്നി. ഞാൻ ചുമ്മാ ഇക്കയെ സംശയിച്ചു. നിങ്ങളുടെ അല്ലേ മോൻ, ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതെന്താ മോളെ നീ ഇങ്ങനെയൊക്കെ പറയുന്നേ? നമുക്ക് കണ്ണ് തന്നിട്ടുള്ളത് നല്ല കാഴ്ചകൾ കാണാനല്ലേ, അപ്പോൾ പിന്നെ നോക്കിപ്പോവില്ലേ? ഓ, അങ്ങനെയാണെങ്കിൽ ഓരോന്ന് തന്നത് ഓരോ ആവശ്യത്തിന് വേണ്ടിയല്ലേ. അങ്ങനെയാണെങ്കിൽ അതൊക്കെ ചെയ്യാമോ? ഞാൻ അമ്മായപ്പനെ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു. അതിപ്പോൾ മോളെ കിട്ടിയാൽ നോക്കും, ആരെങ്കിലും സന്തോഷത്തോടെ തരണം, അമ്മായപ്പൻ ഒരു മടിയില്ലാതെ പറഞ്ഞു. ഞാനത് കേട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇങ്ങനെ പുറത്ത് കാണുന്ന നല്ല കാഴ്ചകൾ കണ്ട് നടന്നാൽ ചിലപ്പോൾ നല്ല അടി കിട്ടും, അത് വാങ്ങി വീട്ടിലിരിക്കേണ്ടി വരും. അത് കുഴപ്പമില്ല മോളെ, അവിടെ നീയുണ്ടല്ലോ, എനിക്കത് മതി. അമ്മായപ്പൻ എല്ലാം മറന്ന് പെട്ടെന്നായിരുന്നു അത് പറഞ്ഞത്. ഞാനോ? ഞാൻ നിങ്ങളുടെ മകൻ്റെ ഭാര്യയല്ലേ? ഞാൻ ചുമ്മാ ചോദിച്ചു. അതെ, അതിനെന്താ? ഇന്നലെ നീ അവനോട് സംസാരിക്കുന്നതെല്ലാം ഞാൻ കേട്ടു. അവൻ ആണൊരു കുരുത്തം കെട്ടവനാ. അവനുള്ളതെല്ലാം അവിടെ ഒപ്പിക്കുന്നുണ്ട്, അതൊക്കെ എനിക്കറിയാം. എനിക്ക് മോളോട് പണ്ടേ ഒരു പാവം തോന്നിയിരുന്നു. പക്ഷേ ഞാൻ എങ്ങനെയാ ഇതെല്ലാം നിന്നോട് പറയാ? അവൻ എൻ്റെ മോനായി പോയില്ലേ. എനിക്ക് മോളെ ഇഷ്ടമാ. മോളവിടെ എല്ലാം സഹിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ ഞാൻ തന്നെ ഓർത്തു പോകും, ഇവൾക്ക് തണലായി എല്ലാത്തിനും കൂടെ നിൽക്കണമെന്ന്. മോളുടെ പ്രായം കുറച്ച് പിടിച്ചാൽ കിട്ടാത്ത പ്രായമാണ്. പലതും തോന്നും, ഒന്നിലും പോയി വീഴരുത്. നമുക്ക് നല്ലൊരു ഭാവിയുള്ളതാണ്. മോൾക്ക് സമ്മതമാണെങ്കിൽ എല്ലാത്തിനും ഞാനുണ്ട് കൂടെ. അമ്മായിപ്പനത് പറഞ്ഞപ്പോൾ തുള്ളിച്ചാടാനാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഞാൻ പിന്നെ ഒന്നും മിണ്ടിയില്ല. ഞങ്ങൾ നേരെ എൻ്റെ വീട്ടിലേക്ക് പോയി. ഉമ്മ എന്നെ കണ്ട സന്തോഷത്തിൽ എൻ്റെ അടുത്തേക്ക് ഓടി വന്നു. എന്താടി, ഒന്ന് വിളിച്ചു പറയാതെയാണോ ഉപ്പയും കൂട്ടി വരുന്നത്? ഉമ്മ ചോദിച്ചു. അതുമ്മ, ഞാൻ ചുമ്മാ ഉമ്മയൊന്ന് കാണാൻ തോന്നിയപ്പോൾ വന്നതാ. ഞാനിവിടെ നിൽക്കുമെന്ന് കരുതി ഉമ്മ പറഞ്ഞു വിട്ടതാ ഉപ്പയെ. ഞാൻ ഉമ്മയോട് പറഞ്ഞു. ആ, ആണോ? നിനക്കെന്നാ അപ്പൂനും കൂടി കൊണ്ടുവരായിരുന്നില്ലേ? അവനെവിടെ സ്കൂളിൽ പോയതാണോ? അതെ, അവൻ വരുന്നതിന് മുമ്പ് എനിക്ക് എത്തണം അങ്ങോട്ട്. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് കയറി. ഉമ്മ ഞങ്ങൾക്ക് കുടിക്കാൻ ചായ ഉണ്ടാക്കാൻ അടുക്കളയിലേക്ക് ഓടി. ഉമ്മ കാണാതെ ഞാൻ അമ്മായിയപ്പനോട് പോയി പറഞ്ഞു. നിങ്ങളോടൊന്ന് മനസ്സുറന്ന് സംസാരിക്കാൻ ഞാൻ ഒപ്പിച്ച കളിയാണിതൊക്കെ. ഇനിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ നോക്കണം. ഞാനത് പറഞ്ഞതും അമ്മായിയപ്പൻ എൻ്റെ മുഖത്തേക്ക് നോക്കിയൊന്ന് ചിരിച്ചു.